നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് വിലയിരുത്തിയ കോടതി പ്രതിക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ലെന്നും നിരീക്ഷിച്ചു. ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് ഇരട്ടക്കൊലപാതകം നടത്തിയത്. കൊലപാതകത്തിന് ശേഷവും പ്രതിക്ക് കുറ്റബോധമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം തള്ളിയായിരുന്നു കോടതിയുടെ ഉത്തരവ്. പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിച്ച കോടതി പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളി. കോടതി കുറഞ്ഞ ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അതേസമയം വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ചെന്താമരയ്ക്ക് മാനസിക പ്രശ്നമില്ലെന്ന് പറഞ്ഞ കോടതി കുറ്റക്കാരനാണെന്നറിഞ്ഞ ശേഷം പ്രതിയുടെ പ്രതികരണങ്ങൾ പരാമർശിച്ചു. പ്രതിക്ക് കുറ്റബോധമില്ലെന്നും കൃത്യമായ ക്രിമിനൽ ബുദ്ധിയുള്ള വ്യക്തിയാണെന്നും കോടതി കണ്ടെത്തി. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദങ്ങളും കോടതി ചൂണ്ടിക്കാട്ടി. 2019 കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയുടെ കേസും കോടതി പരാമർശിച്ചു. അതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാ പോലീസ് അതോറിറ്റീസിൻ്റെയും പ്രോസിക്യൂഷൻ സാക്ഷികളുടെയും എല്ലാവരെയും സഹകരിച്ചിട്ടാണ് ഇത്ര വലിയൊരു വിധി ഉണ്ടാക്കാൻ പറ്റിയത്. 100 പേജുകളോളം അതിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് മാത്രമാണ് ഇത് ഒരു എയർ ഓഫ് അറസ്റ്റ് കേസസിൽ പെടും എന്നുള്ളത് നിഗമനം എത്തിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും, അതായത് കുട്ടികളുടെ റീഹാബിലിറ്റേഷനും പ്രതിയുടെ സ്വഭാവ രീതിയും സംഭവങ്ങൾ നടത്തിയ രീതിയും പിന്നെ അയാൾക്കൊരു റീമോഴ്സിനോ റീഹാബിലിറ്റേഷനോ യാതൊരു സ്കോപ്പില്ല എന്നും അതിനുകൂടാതെ അയാൾ കൽപ്പിച്ചുകൂട്ടി ചെയ്തതാണ് എന്നുള്ളതടക്കം കോൾഡ് ബ്ലഡഡ് മർഡറാണ് എന്നുള്ള അടക്കം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. 20 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് സർക്കാർ ജോലി നൽകണമെന്നും കോടതി വ്യക്തമാക്കി. അർഹിച്ച വിധിയെന്ന സുധാകരന്റെ മക്കൾ പ്രതികരിച്ചു. കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്നും ധനസഹായം പ്രഖ്യാപിച്ചതിൽ ആശ്വാസമുണ്ടെന്നും കുട്ടികൾ പറഞ്ഞു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ജഡ്ജിക്കായാലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത പോലീസിനായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇയാൾക്ക് വധശിക്ഷ കൊടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അയാൾക്ക് ഒരു മുഖഭാവം മാറ്റമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അയാൾക്ക് ഇതിലൊന്നിനും പേടിയില്ല. അപ്പൊ എന്തായാലും വധശിക്ഷ കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അയാൾ അനുഭവിച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. അതേസമയം ചെന്താമര ജയിൽ ചാടുമോ എന്ന ഭയമുണ്ടെന്നും അതിനാൽ വധശിക്ഷ അനിവാര്യമാണെന്നും മരണപ്പെട്ട സജിതയുടെ സഹോദരിയും കൂട്ടിച്ചേർത്തു. ചെന്താമര നമുക്ക് തൂക്കിക്കൊല്ലം വിധിച്ചാലേ നമുക്കൊരു സമാധാനം ഉള്ളൂ. ഇപ്പോഴും ചെന്താമര രൂപം കാണുമ്പോൾ നമുക്ക് പേടിയാണ്, കുട്ടികൾക്കും പേടിയാണ്. അതുകൊണ്ട് ചെന്താമര തൂക്കിക്കൊല്ലണമെന്നാണ് അപേക്ഷ ഞങ്ങൾ പറയുന്നത്. അതേസമയം വിധിയിൽ തൃപ്തിയില്ലെന്നും കോടതി വിശകലനം ചെയ്തതിൽ അപാകതയുണ്ടെന്നും ചെന്താമരയ്ക്ക് നീതി തേടി മേൽക്കോടതിയിൽ പോകുമെന്നും പ്രതിഭാഗം വക്കീലും പറഞ്ഞു. കോടതി തെളിവുകൾ വിശകലനം ചെയ്തത് അതിൽ പോരായ്മയുണ്ടെന്നാണ് കരുതുന്നത്. ഈ വിധിയിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യും. ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി കിട്ടുമെന്ന് ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. വധശിക്ഷയാണെന്നറിഞ്ഞിട്ടും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെയാണ് ചെന്താമര കോടതി മുറിയിൽ നിന്നത്. തന്നെ പുറത്തുവിട്ടാൽ കൊലപാതകങ്ങൾ ആവർത്തിക്കുമെന്ന് ചെന്താമര പറഞ്ഞിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. 2025 ജനുവരി 27 പോത്തുണ്ടി ബോയിൻ നഗർ സ്വദേശി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി ശിക്ഷാവിധി പ്രസ്താവിച്ചത്. അമൃത ന്യൂസ്, പാലക്കാട്.